രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി നാളെ എന്ന് സൂചന. ജാമ്യാപേക്ഷയിൽ തീരുമാനം വരും വരെ അറസ്റ്റ് പാടില്ലെന്ന് പ്രതിഭാഗം നിലപാടെടുത്തു. ആവശ്യമെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം എന്ന നിലപാട് കോടതിയും സ്വീകരിച്ചിട്ടുണ്ട്. ബലാത്സംഗത്തിനും ഗർഭചിത്രത്തിനും തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാഹുലിന്റെ വാദങ്ങളെ പൂർണ്ണമായും ഖണ്ഡിച്ചുകൊണ്ടുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കൈക്കൊണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. സമഗ്ര വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, കേരളം കാത്തിരുന്നു ഈ ജാമ്യാപേക്ഷയിൽ വിധി എന്താകും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ആ വിധി ഇന്നുണ്ടാകില്ല, നാളെ വിധി പറഞ്ഞേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അന്തിമവാദത്തിന് ശേഷം വിധി എന്ന് കോടതി പറയുമ്പോൾ എന്തെല്ലാമാണ് ഇന്ന് കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങൾ? വാദങ്ങളും പ്രതിവാദങ്ങളും എങ്ങനെയായിരുന്നു ശാലിനി? നീലിമ, ഇന്ന് കോടതിയിൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു പ്രഥമ പരിഗണനയോട് കൂടി തന്നെയാണ് കോടതി ഇന്ന് ആ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. പ്രതിവാദങ്ങൾ ഇന്ന് കോടതിയിൽ നടന്നു. രാഹുലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല, ഒപ്പം തന്നെ ഗർഭചിത്രം നടത്തിയിട്ടില്ല, പെൺകുട്ടിയാണ് ഗർഭചിത്രം നടത്തിയത്, ഒപ്പം തന്നെ തങ്ങൾ സുഹൃത്തുക്കളായിരുന്നു, പിന്നീട് എപ്പോഴോ ആരൊക്കെയോ ഇടപെടൽ നടത്തി ചില ഗൂഢാലോചനയുടെ ഭാഗമായി തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനായി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ബലാത്സംഗ കേസ് തനിക്കെതിരായി മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് എത്തിയത്. മറ്റൊരു സ്റ്റേഷനിലൊന്നും തന്നെ പരാതി നൽകാതെ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് ഈ പരാതി എത്തിയത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് രാഹുലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. അതേസമയം പ്രോസിക്യൂഷൻ ഇതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വാദമാണ് നടത്തിയിട്ടുള്ളത്. അതായത് ഈ വാദങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ ഒരു റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ എത്തിയിരുന്നു. പ്രോസിക്യൂട്ടർ വകയായി അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ മുഖേന കോടതിക്ക് മുൻപാകെ എത്തിയിട്ടുള്ള പോലീസിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, നിരീക്ഷണങ്ങൾ, വിവരങ്ങൾ, മൊഴിയുടെ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട്. അതായത് ഗർഭചിത്രം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് ബലാത്സംഗത്തിനിരയാക്കി. അബോർഷൻ കഴിഞ്ഞതിന് ശേഷവും പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു. ഒപ്പം തന്നെ വീണ്ടും ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും കാണിച്ചുകൊണ്ട്, നഗ്ന ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി എന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, ഡോക്ടറുടെ മൊഴി, ഒപ്പം തന്നെ ഗർഭചിത്രം നടത്തിയതിൻ്റെ തെളിവുകൾ അടക്കമുള്ള മെഡിക്കൽ രേഖകൾ ഹാജരാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ എത്തിക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ശേഷമാണ് ഏകദേശം 1.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഏകദേശം 20 മിനിറ്റോളം കോടതിയിൽ നിർണായകമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയിട്ടുള്ള, അഭിഭാഷകൻ മുഖേന കോടതിയിൽ നൽകിയിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ, അത് ഒന്ന് മൊബൈൽ സംഭാഷണങ്ങൾ, ഓഡിയോ ക്ലിപ്പുകൾ, ഒപ്പം തന്നെ ചില ദൃശ്യങ്ങൾ, ഫോട്ടോസ് അടക്കമുള്ള രേഖകൾ സീൽഡ് കവറിലും പെൻഡ്രൈവിലുമാക്കി നൽകിയിട്ടുള്ള രേഖകൾ വിശദമായി കോടതി പരിശോധിച്ചു. അതിനുശേഷമാണ് ഉച്ച ഇടവേളയ്ക്കായി കോടതി പിരിഞ്ഞത്. ശേഷം കോടതി ചേർന്നതോടുകൂടിയാണ് നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് ഈ കേസിലൊരു തുടർ വാദം വേണം, അത് നാളെ ആ വാദം നടക്കുമെന്നുള്ളതാണ് കോടതി ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. അതായത് നാളെ ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാം. ഒരുപക്ഷെ അതിൽ നാളെ തന്നെ വിധി പ്രസ്താവം നടക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും വ്യക്തതയും കോടതി നൽകിയിട്ടില്ല. നാളെ വിശദമായ വാദം ഈ വിഷയത്തിൽ കേൾക്കും. അതിനുശേഷമായിരിക്കും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിരിക്കും വിധി പ്രസ്താവം ഔദ്യോഗികമായി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ലഭ്യമാവുകയും ചെയ്യുന്നത്. എന്തായാലും ഡിജിറ്റൽ രേഖകളടക്കം കാര്യമായി പരിശോധിച്ച് നാളെ ഒരു വാദം കൂടി നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷയിൽ 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വിശദമായ വാദങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു വാദം നടക്കുന്നതിനിടയിൽ തന്നെ ഈ വിധി വരുന്നതിന് ഉള്ളിൽ അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നൊരു ആവശ്യം രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ ഖണ്ഡിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും നിർണായകമായി ഇന്ന് കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങളിൽ ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് വിലക്കില്ല എന്ന് കോടതി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്ന് പ്രതിഭാഗം നിലപാടെടുക്കുമ്പോൾ അത് വളരെ കൃത്യമായി കോടതി ഖണ്ഡിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാം. ഇപ്പോഴും രാഹുൽ ഈ 7ാം ദിവസമാണ്. രാഹുൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്താകും എന്ന് നോക്കി അറസ്റ്റ് ചെയ്യാമെന്ന് ഒരുപക്ഷെ അന്വേഷണ സംഘം കരുതിയിട്ടുണ്ടാകാം. അത് തടസ്സമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുലിനെ ഉടൻ പിടികൂടാൻ പോലീസിന് സാധിക്കേണ്ടതല്ലേ? അടുപ്പം മുതലെടുത്തുകൊണ്ടാണ് അത്
ചൂഷണം ചെയ്തുകൊണ്ടാണ് യുവതിയെ ബലാത്സംഗത്തിനിരയാക്കിയത്. നീലിമ, നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം, അതായത് പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, പക്ഷേ കോടതി ഔദ്യോഗികമായ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. രാഹുലിന്റെ ആവശ്യം എന്നുള്ളത് രാഹുലിന്റെ അഭിഭാഷകൻ മുഖേന കോടതി അറിയിച്ചിട്ടുള്ളത് ഈ ഒരു വിധി വരുന്നത് വരെ, അതായത് ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണല്ലോ, അപ്പോൾ പരിഗണിച്ച് അതിലൊരു തീരുമാനം വന്നതിന് ശേഷം മാത്രം അറസ്റ്റ് ആണെങ്കിൽ അറസ്റ്റ്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനൊരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. അതായത് പരിഗണിച്ച് അതിലൊരു വിധി വരുന്നത് വരെ അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. അതായത് ഇന്ന് രാവിലത്തെ പ്രൊസീഡിങ്സ് ഒക്കെ നടന്നപ്പോൾ ഇന്ന് തന്നെ വിധി ഉണ്ടാകില്ല എന്നുള്ള ഏകദേശ സൂചന വന്നതോടുകൂടിയാണ് രാഹുലിന്റെ അഭിഭാഷകൻ അത്തരത്തിലൊരു കാര്യം കോടതിക്ക് മുൻപാകെ അറിയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ ഖണ്ഡിച്ചതെന്നുള്ളത് അങ്ങനെ ഉറപ്പ് നൽകാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ ഒരു സമയപരിധിക്കുള്ളിൽ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ കോടതിയിൽ ഇതൊരു തീരുമാനം എടുത്തിട്ടില്ല. അറസ്റ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുള്ളൂ. പക്ഷേ സുപ്രീം കോടതിയുടെയൊക്കെ മുന്നുള്ള വിധികളും മുൻപ് നടന്നിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജാമ്യ ഹർജി പരിഗണിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ജാമ്യ ഹർജിയിൽ ഒരു വിധി വരുന്നത് വരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത് അപൂർവമാണ്. അങ്ങനെ ഉണ്ടാകുന്നത് കുറവാണ്. അപ്പോൾ രാഹുലിനും ആ ഒരു സേഫ്റ്റി, അല്ലെങ്കിൽ രാഹുലിനും അതൊരു ബെനിഫിറ്റായി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നാളെ അന്തിമമായിട്ടുള്ള വാദം നടന്ന് നാളെ തന്നെ വിധി വരികയാണെങ്കിൽ രാഹുലിന് ജാമ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പിന്നീട് കോടതിയിൽ കീഴടങ്ങാനോ അത്തരത്തിലുള്ള ഏതെങ്കിലും നടപടിയായിരിക്കും ഉണ്ടാവുക. അതല്ല, മറിച്ച് ജാമ്യം കിട്ടുകയാണെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും നാളെയാണ് അന്തിമവാദം. ആ അന്തിമവാദം പൂർത്തിയാക്കി വിധി വരുന്നത് വരെ രാഹുൽ സേഫാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. പക്ഷേ അതിനപ്പുറം നിന്നൊരു തീരുമാനം അന്വേഷണ സംഘം എടുക്കുകയാണെങ്കിൽ, അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കാത്തിരുന്ന വിധി ഇന്നില്ല. നാളെ അന്തിമവാദത്തിന് ശേഷം നാളെയോ മറ്റന്നാളോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പ്രസ്താവം ഉണ്ടാകും. നീലിമ, ശാലിനി, ചില രേഖകൾ കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രോസിക്യൂഷനോട്. അത് ഏത് തരത്തിലുള്ള രേഖകളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടോ? കൃത്യമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ. നിലവിൽ അക്കാര്യത്തിലൊരു വ്യക്തതയില്ല. കാരണം അടച്ചിട്ട മുറിയിൽ ആയിരുന്നു, അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് പ്രൊസീഡിങ്സ് ഒക്കെ നടന്നത്. ഇൻ ക്യാമറ ആക്ഷനിലാണ്. പക്ഷേ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് മുൻപാകെ, കോടതിയിൽ വാദം നടക്കുന്ന സമയത്ത് കോടതി തന്നെ ആവശ്യപ്പെട്ടതാണ്, ഇരു വിഭാഗങ്ങളുടെയും വാദം കഴിഞ്ഞതിന് ശേഷം പ്രോസിക്യൂഷനോട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, അതായത് ഒരു തെളിവ് കൂടി ഹാജരാക്കണമെന്നുള്ളത്. അത് എന്ത് തെളിവാണ് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എങ്കിൽ പോലും രാഹുൽ നൽകിയിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ, അതുമായി ബന്ധപ്പെടുന്ന ഖണ്ഡിക്കുന്ന രേഖകളായിരിക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകുന്നത്. എന്തായാലും നാളെ വിശദമായ വാദം കേൾക്കുമ്പോൾ ഇതടക്കമുള്ള രേഖകൾ നാളെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനുശേഷം അതൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്തിമമായ വിധി പ്രസ്താവം ഉണ്ടാവുക. എന്തായാലും കാത്തിരിക്കാം. രാഷ്ട്രീയ കേരളം വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ അടച്ചിട്ട മുറിയിലാണ് ഈ വാദമൊക്കെ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ രണ്ടാമത് ഒരു അതിജീവിതയുടെ പരാതി കൂടി വരുന്ന സാഹചര്യം ഉണ്ടായല്ലോ. സംസ്ഥാന പോലീസ് മേധാവിക്ക് KPCC പ്രസിഡന്റ് പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിനെ കുറിച്ചുള്ള ഒരു മെൻഷനിങ് ഇന്ന് കോടതിയിൽ ഉണ്ടായോ? കാരണം രാഹുലിനെതിരായ തെളിവുകൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന്, ഈ ഹാബിച്വൽ ലൈംഗിക കുറ്റവാളിയാണ് എന്ന് സ്ഥാപിക്കുന്നതിനടക്കമുള്ള വളരെ കൃത്യമായൊരു തെളിവാണ് ഇന്നലെ പുറത്തു വന്നത്. ആ മെൻഷനിങ്, ആ കേസിനെ കുറിച്ച് മെൻഷനിങ് ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടുണ്ടോ? നീലിമ, നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു നടപടി കോടതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും ആദ്യത്തെ കേസിലെ അതിജീവിതയുടെ കേസുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഒരു പരാമർശം എന്നുള്ളത് സ്ഥിരം കുറ്റവാളി, അല്ലെങ്കിൽ സ്ഥിരം തരത്തിലുള്ള പ്രവണതകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളൊരു പരാമർശം, അത്തരത്തിലുള്ള നടപടികൾ മാത്രം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രമാണ് കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വാദങ്ങളും പ്രതിവാദങ്ങളുമാണ് നടന്നത്. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ ചിലർ കരുതിക്കുട്ടി ചെയ്ത ഒരു കേസാണ്, ഒരു പീഡന പരാതിയാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ പുതിയ കേസിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടായിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അന്വേഷണം DGP ആ പരാതി നേരിട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. SITയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് രണ്ടാമത്തെ പരാതിയിലും അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാവുകയും ചെയ്യും. നീലിമ, ശാലിനി, നമുക്ക് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, കോൺഗ്രസ് ഇപ്പോഴും ഇയാളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം തുടരുകയാണ്. വിവിധ നേതാക്കൾ തള്ളിപ്പറയുന്നു, പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ കൂടി ഒരു നടപടിയെടുക്കാൻ KPCCക്ക് സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഇതോടൊപ്പം ഉയർന്നു വരിക കൂടിയുണ്ട്. ശാലിനി,
തീർച്ചയായും നീലിമ, അത്തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. കാരണം കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിലും രാഹുലിനെ കൈവിടാൻ തയ്യാറായിട്ടില്ല. എന്നിട്ടിപ്പോൾ രാവിലെ കെ മുരളീധരൻ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിരിക്കുന്നു.